ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു പൈ ഫൈവിംഗ് ചാനൽ. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. കേരള PSCയിൽ ഒരു പുതിയ PSC വിജ്ഞാപനം വന്നിട്ടുണ്ട്. കേട്ടത് നമ്പർ എന്ന് പറയുന്നത് 556/25 കെയർ ടേക്കറാണ് വന്നിട്ടുള്ളത്. ഇത് അപ്ലൈ ചെയ്യാൻ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 29/10/2025 ആണ്. ഇവിടെ മിസ്റ്റേക്കാണ്, 10 വരുന്നത്, ഒക്ടോബറിലാണ് വരുന്നത്. അപ്പം അപ്ലിക്കേഷൻസ് ആർ ഇൻവൈറ്റഡ് ഓൺലൈൻ ത്രൂ ആണ് അപ്ലിക്കേഷൻസ് സ്വീകരിക്കുന്നത്. ഇതിൽ 1 ടൈം രജിസ്ട്രേഷൻ ചെയ്തിരിക്കണം. കേരള PSC വെബ്സൈറ്റിൽ 1 ടൈം രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ള ഏതൊരു വ്യക്തികൾക്കും ഏതൊരു കാൻഡിഡേറ്റ്സിനും ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത് വുമൺ ആൻഡ് ചൈൽഡ് ഡെവലപ്മെൻ്റ് ആണ് വന്നിട്ടുള്ളത്. നെയിം ഓഫ് പോസ്റ്റ് എന്ന് പറയുന്നത് കെയർ ടേക്കറാണ് വന്നിട്ടുള്ളത്, ഫീമെയിൽ ആണ് വന്നിട്ടുള്ളത്. സ്കെയിൽ ഓഫ് പേ എന്ന് പറയുന്നത് 27,900 മുതൽ 63,700 വരെ നിങ്ങൾക്ക് സാലറി റേഞ്ച് കിട്ടുന്നുണ്ട്. നമ്പർ ഓഫ് വാക്കൻസി എന്ന് പറയുന്നത് ആൻറ്റിസിപ്പേറ്റഡ് വാക്കൻസീസ് ആണ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ മെത്തേഡ് ഓഫ് അപ്പോയിൻമെൻറ്റ് എന്ന് പറയുന്നത് ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണ് വന്നിട്ടുള്ളത്. ഫ്രം ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് മാത്രമാണ് സ്വീകരിക്കുന്നത്. ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 18 to 36 വയസ്സാണ് പറയുന്നത്. അതിനിടയിലുള്ള ഏതൊരു കാൻഡിഡേറ്റ്സിനും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതായത് 2/1/1988 അതുപോലെ തന്നെ 1/1/2006 എഴുതി ജനിച്ചവർക്ക് ഇതിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഈ ഒരു ഡേറ്റും ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. ഈ ഒരു ഡേറ്റ് നിങ്ങൾ ജനിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റീസും അതുപോലെ തന്നെ ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ് ട്രൈബ്സ് എന്നിവർക്കൊക്കെ ഏജ് റിലാക്സേഷനും ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ക്വാളിഫിക്കേഷൻസ് എന്ന് പറയുന്നത് PDC, ആദ്യം PDC എന്നായിരുന്നു പറഞ്ഞത്, അതുകൊണ്ടാണ് അതങ്ങനെ, അല്ലെങ്കിൽ +2 അതിനല്ലെങ്കിൽ അതിന് ഇക്വലൻ്റ് ആയിട്ടുള്ള എന്തെങ്കിലും പാസ്സായിരിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ 1 year എക്സ്പീരിയൻസ് വേണം ആസ് എ കെയർ ഗിവൻ ഇൻ എനി ഓഫ് ദ ചൈൽഡ് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻ റെക്കഗ്നൈസ്ഡ് ബൈ ദ കേരള സ്റ്റേറ്റ് ഓർഫനേജ് കൺട്രോൾ ബോർഡ് അണ്ടർ സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെൻ്റ് ആണ് വന്നിട്ടുള്ളത്. ഒരു 1 year എക്സ്പീരിയൻസിനും കൂടി ഇതിന് അത്യാവശ്യമാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഗുഡ് ഫിസിക് ആയിരിക്കണം എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഇതിന് 1 year എക്സ്പീരിയൻസ് ആസ് കെയർ ടേക്കർ ഇൻ എനി ഓഫ് ദ ചൈൽഡ് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ റെക്കഗ്നൈസ്ഡ് ബൈ ദ സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെൻറ്റ് ഓർ വുമൺ ആൻഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് വിൽ ആൾസോ ബി അക്സെപ്റ്റഡ് ആയിരിക്കണമെന്നാണ് പറയുന്നത്. 1 year എക്സ്പീരിയൻസ് ഉള്ളത് അക്സെപ്റ്റബിൾ ആയിരിക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിന് താഴെ തന്നെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റും ഉണ്ട്, 1 year എക്സ്പീരിയൻസിൻ്റെ. അതുപോലെ തന്നെ മെഡിക്കൽ സർട്ടിഫിക്കറ്റുമാണ് താഴെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിന് അർഹരായിട്ടുള്ള ആൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്ലൈ ചെയ്യേണ്ട രീതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു വെബ്സൈറ്റിൽ നിങ്ങൾ കേരള PSC തുളസി വെബ്സൈറ്റിൽ കേരള PSC ഗവൺമെൻറ്റിൻ്റെ വെബ്സൈറ്റിൽ 1 ടൈം രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു എലിജിബിലിറ്റിക്ക് ക്രൈറ്റീരിയക്ക് നിങ്ങൾ എലിജിബിൾ ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിന് 1 ടൈം രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇത് അപ്ലൈ ചെയ്യണം ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 29/10 വരുന്നത്. വെനസ്ഡേ അപ് ടു 12 o'clock midnight ആണ്. അപ്പോൾ ഈ ഒരു കാറ്റഗറി നമ്പറിൽ കെയർ ടേക്കർ ആവാൻ ആഗ്രഹിക്കുന്ന കാൻഡിഡേറ്റ്സിന് ഉടൻ തന്നെ അപ്ലൈ ചെയ്യുക. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.